അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിലെ ഏറ്റവും വിശിഷ്ടമായ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് അതിൻ്റെ അവസാനത്തെ ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ 27-ാം രാവ് എന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യം, ലൈലത്തുൽ ഖദറിനെ ഏറെ പ്രതീക്ഷിക്കപ്പെടുന്ന മുഹൂർത്തം, അതോടൊപ്പം വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച എന്ന ദിവസം, ഇതെല്ലാം പരിശുദ്ധ റമദാൻ അല്ലാത്തപ്പോൾ പോലും ഏറെ പ്രാധാന്യമുള്ള സമയമാണ്. റമദാനിലാകുമ്പോൾ അതിൻ്റെ പ്രതിഫലവും നന്മയും സൗഭാഗ്യവും 10 മടങ്ങ് വർദ്ധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അവസാനത്തെ വെള്ളിയാഴ്ച രാവിനെ പരിശുദ്ധ റമദാനിൽ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ ഒരു വിശ്വാസിക്ക് ഏറ്റവും അനിവാര്യമായി ഉണ്ടാകേണ്ട ബോധവുമാണ് തൗബ എന്ന് പറയുന്ന മാനസികാവസ്ഥ. തൗബ എന്നത് പരിപൂർണമായ പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന വിശ്വാസിയുടെ മനസ്സിൻ്റെ ഉയർന്ന അവസ്ഥയാണ്. തൗബ എന്ന് പറയുന്നത് വിശ്വാസിക്കൊരു അവസരമാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവനെ അവൻ സ്വീകരിച്ചാൽ പിന്നെ അവൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം റബ്ബ് പരിപൂർണമായി മായ്ച്ചു കളയും എന്നാണല്ലോ നമ്മുടെ പ്രതീക്ഷ. പക്ഷെ തൗബ സംഭവിക്കേണ്ടത് അത് നദമിൽ നിന്ന് തുടങ്ങി ഇസ്തിഗ്ഫാറിലൂടെ കൂടുതൽ ശക്തി ആർജിച്ച് പരിപൂർണമായ പശ്ചാത്താപത്തിലൂടെ സമർപ്പിച്ച് അള്ളാഹുവിൽ നിന്ന് സ്വീകാര്യമായി നേടിയെടുക്കേണ്ട ഒന്നാണ് അവൻ്റെ പശ്ചാത്താപം എന്ന് പറയുന്നത്. നദമാണ് അതിൻ്റെ തുടക്കം. ഖേദബോധം, പറ്റിപ്പോയ തെറ്റുകളിൽ, വന്ന അബദ്ധങ്ങളിൽ, ഉണ്ടായ പിഴവുകളിലെല്ലാം ഹൃദയം തൊട്ട് റബ്ബേ ഞാനത് ചെയ്യരുതായിരുന്നല്ലോ, എന്നിൽ നിന്നത് വരരുതായിരുന്നല്ലോ, ഞാനങ്ങനെ പ്രവർത്തിക്കരുതായിരുന്നല്ലോ എന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഖേദബോധമുണ്ടാവുക, ദുഃഖമുണ്ടാവുക, സങ്കടമുണ്ടാവുക. അതോടൊപ്പം ഇനി ഞാൻ ചെയ്യില്ല, ഇനി എന്നിൽ നിന്നത് വരില്ല എന്ന മനസ്സിൻ്റെ ഉറപ്പുണ്ടാവുക. അതെല്ലാം അപ്പുറത്തേക്ക് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, റബ്ബേ അതുകൊണ്ട് എനിക്ക് പുറത്തു തരണേ, എൻ്റെ വാക്കുകളിൽ, പ്രവൃത്തികളിൽ, ശീലങ്ങളിൽ വന്നുപോയ പിഴവുകൾ ഇനി ഞാൻ ആവർത്തിക്കില്ല, ചെയ്തു പോയതിൽ സങ്കടവുമുണ്ട്, അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണേ അല്ലാ എന്ന് ഹൃദയം വിതുമ്പി അള്ളാഹുവിനോട് പറയാനുള്ള അവസരമാണിത്. ഒരു തെറ്റും ചെയ്യാത്ത ഹബീബ് ഒരു ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലം 70-ലേറെ തവണ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു എന്ന് പ്രവാചകരെ കുറിച്ച് പങ്കുവെക്കുന്നത് കാണാം. നോക്കൂ നിങ്ങൾ, ഹബീബായ നബി, തെറ്റുകൾ ചെയ്യാത്ത മഅസൂമായ പ്രവാചകര് അങ്ങനെ ഇസ്തിഗ്ഫാർ 70-ലേറെ തവണ ഒരു ദിവസം ആവർത്തിച്ച് ചൊല്ലുമായിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ എന്തുമാത്രം പശ്ചാത്താപ മനസ്സോടെ, എത്രമാത്രം ഇസ്തിഗ്ഫാറിൻ്റെ ആഴമുള്ള ഒരു ഖേദബോധത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുത്തു പെരുമാറേണ്ടതാണ് എന്ന് തിരിച്ചറിയുക. റബ്ബ് അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്തിഗ്ഫാർ, തൗബയും സ്വീകരിക്കപ്പെടുന്ന ഖേദമുള്ള അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ കൊതിക്കുന്ന വിശ്വാസികളിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.